ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. അയൽപ്പക്കത്ത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനിടെ നടന്ന അതിദുരൂഹമായ കൂട്ടക്കൊലപാതക കഥകളുടെ ഞെട്ടലായിരുന്നു നമ്മൾ. അതിനിടയിലാണ് സ്വന്തം നാട്ടിലേക്ക് തന്നെ നോക്കി ഞെട്ടിത്തരിക്കേണ്ട ദുര്യോഗം മലയാളിയെ തേടിയെത്തിയത്. ചേർത്തലയിലെ ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിൽക്കുന്നത് കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ചേർത്തലയിൽ നടന്ന 5 തിരോധാനങ്ങളിലേക്കും കൂടിയാണ്. ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ എന്ന 65-കാരന്റെ 2.5 ഏക്കർ വരുന്ന പുരയിടം മുഴുവൻ കിളച്ചുമറിച്ച് പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ. നിഗമനങ്ങളും ഊഹങ്ങളും ശരിയാണെങ്കിൽ 4 സ്ത്രീകളുടെ അസ്ഥികൂടങ്ങൾ ഈ പറമ്പിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും. ആരാണ് സെബാസ്റ്റ്യൻ, എന്താണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ, കേസുകൾ, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഡീകോഡ് ആദ്യം വരുന്നത്. ചേർത്തലയിലെ ധർമ്മസ്ഥല, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലെ കൂട്ട കുഴിമാടങ്ങളുടെ കാര്യത്തിൽ വലിയ ഞെട്ടലും നടുക്കവും അനുഭവിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ. അതിനിടയിലാണ് ചേർത്തലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ഒരു സ്ത്രീയെ കാണാതാകുന്നതും ആ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിന് പിന്നാലെ പോലീസും ക്രൈംബ്രാഞ്ചും പോകുന്നതും അതൊരു സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നതും പിന്നീട് ചേർത്തലയിലെ 5ഓളം എന്ന് വെച്ചാൽ 5 തിരോധാന കേസുകളും എത്തി നിൽക്കുന്നത് ഈ സെബാസ്റ്റ്യൻ എന്ന ഒറ്റ വ്യക്തിയിലാണെന്നുള്ള സൂചനകൾ വരുന്നതും വീണ്ടും വലിയ നടുക്കവും ഞെട്ടലും ബാക്കിയാകുന്നത്. സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ആരാണ് സെബാസ്റ്റ്യൻ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യം. ആദ്യം സെബാസ്റ്റ്യനെ പരിചയപ്പെടുത്തുകയാണ്. ചേർത്തല പള്ളിപ്പുറം സ്വദേശി PM സെബാസ്റ്റ്യൻ ചേർത്തലയിലെ വസ്തു ഇടനിലക്കാരനാണ്, ഭൂമി ബ്രോക്കറാണ്, ഡ്രൈവറാണ്, ആളുകളുമായി സ്ഥിരം പരിചയമുള്ള ആളാണ്, ഒരു വിശ്വാസിയാണ്. ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ കൃത്യമായി പോവുകയും അവിടെയൊക്കെ ക്ഷേത്രത്തിലെ സ്ഥിരം ആളുകളുമായൊക്കെ വലിയ തോതിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ. ജൈനമ്മ തിരോധാനം, സെബാസ്റ്റ്യന്റെ അറസ്റ്റ്, സെബാസ്റ്റ്യനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഇതൊരു കൂട്ടക്കൊലപാതകം അല്ലെങ്കിൽ സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്നതും അതിനൊക്കെ ഇടയാക്കിയത് ഈ ചേർത്തലയിൽ ഉണ്ടായ ഒരു തിരോധാന കേസാണ്. എന്തായിരുന്നു ജൈനമ്മ തിരോധാനം എന്നതാണ് ഇനി നമ്മൾ പറയുന്നത്. അതിരമ്പുഴ കൊട്ടമുറി കാക്കനാട്ടുകാലായിൽ K. മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജൈനമ്മ, അവർക്ക് പ്രായം 55 അവരെ കാണാതായത് കഴിഞ്ഞ ഡിസംബർ 23 ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് ജൈനമ്മയുടെ നമ്പറും ഫോണും ചേർത്തലക്കാരൻ ഒരു സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതായി കണ്ടെത്തുന്നത്. പാലായിലെ ധ്യാന കേന്ദ്രത്തിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തുന്നു, മനസ്സിലാക്കുന്നു. ഇവർ തമ്മിൽ സ്ഥലമിടപാടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നു. ഈരാറ്റുപേട്ടയിൽ വെച്ച് ഈ ജൈനമ്മയുടെ ഫോൺ റീചാർജ് ചെയ്തതിന്റെ CCTV തെളിവുകൾ പോലീസ് കണ്ടെത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ സെബാസ്റ്റ്യനെ പിടികൂടുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തെളിവ് നശിപ്പിക്കൽ, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഈ അറസ്റ്റിന് പിന്നാലെ സ്വാഭാവികമായും തെളിവെടുപ്പിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ചേർത്തലയിലെ പള്ളിപ്പുറത്തെ നിഗൂഢതകളും ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന 2.5 ഏക്കർ പുരയിടത്തിലേക്ക് പോലീസ് എത്തുന്നു. അവിടെ പുരയ്ക്ക് സമീപം, വീടിന് സമീപം പോലീസ് ഞെട്ടലോടുകൂടി കണ്ടെത്തിയത് കുറെ അസ്ഥികഷ്ണങ്ങളാണ്. എന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ രീതിയിലുള്ള അസ്ഥികഷ്ണങ്ങൾ. പള്ളിപ്പുറത്തെ 2.5 ഏക്കർ വരുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലും പരിസരത്തും പരിശോധന നടത്തുന്നു. ഇതിനിടയിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. അതിൽ കമ്പിയിട്ട പല്ലുകൾ കണ്ടെത്തിയിരുന്നു. എന്നുവെച്ചാൽ ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജൈനമ്മയുടെ മൃതദേഹം ആ പുരയിടത്തിലെങ്ങാനും ഉണ്ടോ എന്ന അന്വേഷണവുമായാണ് പോലീസ് അവിടെ എത്തിയത്. പക്ഷെ അസ്ഥികഷ്ണങ്ങൾക്കൊപ്പം കണ്ട കമ്പിയിട്ട പല്ലുകൾ വലിയ സംശയങ്ങൾക്കും വലിയ ദുരൂഹതകൾക്കും വലിയ നിഗൂഢതകൾക്കും ഇടയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്ന ഒരു ചോദ്യം, മറ്റ് തിരോധാനങ്ങളുമായും ബന്ധം എന്ന് വെച്ചാൽ ഇത് ജൈനമ്മയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ? അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ, മറ്റേതെങ്കിലും ആളുകളുടെ, മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണോ, അസ്ഥികളാണോ എന്ന ചോദ്യം ഉയരുന്നു. അങ്ങനെയാണ് പോലീസ് സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോകുന്നത്. സ്വാഭാവികമായും സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ, ഈ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ചേർത്തലയിൽ കാണാതായ സ്ത്രീകൾക്ക് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നിരവധി സ്ത്രീകളുടെ, ഇപ്പോഴും ചുരുളഴിയാത്ത ചില തിരോധാന കേസുകളുടെ
വിവരങ്ങളിലേക്ക് പോലീസ് പോകുന്നത്. അങ്ങനെയാണ് ചില പേരുകൾ ഉയർന്നു വരുന്നത്. അതിൽ ബിന്ദു പത്മനാഭൻ, സിന്ധു ഐഷ, ഈ 3 സ്ത്രീകളെയും ദുരൂഹ സാഹചര്യത്തിൽ ചേർത്തലയിൽ നിന്ന് കാണാതായതാണ്. ഒരു വിവരവുമില്ല. ഈ 3 കേസുകളും ഒരു തുമ്പും കിട്ടാത്തതിനെ തുടർന്ന് പോലീസ് ക്ലോസ് ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ പിടിയിലായതിന് പിന്നാലെ ഈ 3 കേസുകളും റീഓപ്പൺ ചെയ്തിരിക്കുന്നു പോലീസ്. അതിൽ ബിന്ദു പത്മനാഭൻ, ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായത് 2017 എറണാകുളത്തെ ഇടപ്പള്ളിയിൽ സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്ത ഒരു കേസുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട്. അങ്ങനെയാണ് ഈ ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്ന സംശയം ജനിക്കുന്നത്. ഇനിയിപ്പോൾ സിന്ധുവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, സിന്ധുവിനെ കാണാതായത് 2020 ഒക്ടോബർ 19 വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു തിരികെ വന്നില്ല. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് ഈ സിന്ധുവിനെ കാണാതാകുന്നത്. സിന്ധു ഫോൺ വീട്ടിൽ വെച്ചാണ് ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത്. സിന്ധു പക്ഷേ തിരിച്ചു വന്നില്ല. അർത്തുങ്കൽ പോലീസ് 4 വർഷം കേസ് നടത്തി. ഒരു തുമ്പും കിട്ടാതെ വന്നപ്പോൾ കേസ് അവസാനിപ്പിച്ചു. ഇപ്പോൾ പക്ഷേ പുനരന്വേഷണം നടത്തുന്നു. ഇനി ചേർത്തല സ്വദേശി ഐഷയുടെ കേസാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. വാരനാട് സ്വദേശി ഐഷയെ കാണാതായത് 2012 മെയ് 13 ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഐഷ ഇറങ്ങിയത്. സമീപവാസിയുടെ സ്ഥലം വാങ്ങാൻ, എന്ന് വെച്ചാൽ ഈ ഐഷയ്ക്കും ഈ പറഞ്ഞ സെബാസ്റ്റ്യനും തമ്മിലുള്ള ഇടയിലുള്ള ബന്ധം എന്താണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സമീപവാസിയുടെ സ്ഥലം വാങ്ങാൻ ഈ ഐഷയ്ക്ക് ഇടനില നിന്നത് സെബാസ്റ്റ്യൻ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ പോലീസ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സംശയം ഇഘട്ടത്തിൽ ഉയർന്ന്, എന്ന് വെച്ചാൽ ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തേടി പള്ളിപ്പുറത്തെത്തിയപ്പോൾ പോലീസിന് ഈ വീടിന്റെ സമീപത്തുനിന്ന് കിട്ടിയ അസ്ഥിയോടൊപ്പം ഒരു വെപ്പുപല്ല്, എന്ന് വെച്ചാൽ വെപ്പുപല്ലിന്റെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ജൈനമ്മയുടെ വെപ്പുപല്ലില്ല. അങ്ങനെയാണ് പഴയ കേസുകളിൽ ഏതെങ്കിലും ഇത്തരത്തിൽ വെപ്പുപല്ലുണ്ടോ എന്ന് പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാകുന്നിടത്തോളം ഐഷയ്ക്ക് വെപ്പുപല്ലുണ്ടായിരുന്നു. 2012 ഐഷയെ കാണാതായതെന്ന് ഓർക്കണം. 13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഐഷയെയും സെബാസ്റ്റ്യൻ തന്നെയാകുമോ കൊലപ്പെടുത്തിയത് എന്ന ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ്ടും അസ്ഥികഷ്ണങ്ങൾ, നിഗൂഢതകളുടെ 2.5 ഏക്കർ. ഇന്നിപ്പോൾ വീണ്ടും പോലീസ് അവിടെ തെളിവെടുപ്പ് നടത്തുന്നു. ആ 2.5 ഏക്കർ മുഴുവൻ കുഴിച്ച് പരിശോധിക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ചില മൊഴികളൊക്കെ നിലവിൽ ചെറിയ രീതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സെബാസ്റ്റ്യൻ. ചില മൊഴികളൊക്കെ ഉണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലും അല്ലാതെയും ആ വീടും പുരയിടവും സ്ഥലവും മുഴുവൻ അരിച്ചു പെറുക്കാൻ, കുഴിച്ചു പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നീക്കം. കഴിഞ്ഞ ദിവസം അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിടത്തു നിന്നും 25 മീറ്റർ മാറി 20ഓളം അസ്ഥികഷ്ണങ്ങൾ ഇന്ന് കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിഗൂഢതകളുടെ 2.5 ഏക്കർ. ആ 2.5 ഏക്കറിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇപ്പോൾ നിഗൂഢതയും ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്നത്. കുളത്തിലെ മീനുകളിലടക്കം, ചതുപ്പ് നിലങ്ങളിലടക്കം, ഗ്രാനൈറ്റ് പാകിയ തറയുടെ അടിയിലടക്കം പോലീസിന് സംശയങ്ങളുണ്ട്. ഈ മൃതദേഹങ്ങൾ വെട്ടി കഷ്ണങ്ങളാക്കി കുളത്തിലെ മീനുകൾ കിട്ടുകൊടുത്തോ, ഭക്ഷണമായി മീനുകൾ കിട്ടുകൊടുത്തോ എന്ന സംശയം നിലവിൽ ക്രൈംബ്രാഞ്ചിനുണ്ട്. ചതുപ്പ് നിലത്തിൽ ആഴ്ത്തിവെച്ചോ എന്ന സംശയമുണ്ട്. ഗ്രാനൈറ്റ് പാകിയ തറയുണ്ട് വീടിനകത്ത്, അതിനടിയിൽ കുഴിച്ചിട്ടോ എന്ന സംശയങ്ങളുണ്ട്. ഇതൊക്കെ തുറന്ന് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് നിലവിൽ സെബാസ്റ്റ്യൻ ജയനമ്മയുടെ കാര്യത്തിൽ എന്നതാണ് പുറത്തു വരുന്ന കാര്യം. പക്ഷെ പരസ്പര വിരുദ്ധമായ മൊഴി നൽകുന്നത് അന്വേഷണ സംഘത്തെ, ക്രൈംബ്രാഞ്ചിനെ കുഴപ്പിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. DNA ഫലങ്ങൾ നിർണായകമാണ്. നേരത്തെ ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ അസ്ഥിയിലെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം ഈ DNA ടെസ്റ്റുകളുടെയൊക്കെ ഫലം പുറത്തു വരും. അതുകൊണ്ട് അത് നിർണായകമാണ്. അപ്പോൾ എല്ലാറ്റിനും ഒടുക്കം ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഈ സ്ത്രീകളെയൊക്കെ പ്രണയം നടിച്ച് വശീകരിച്ച് കൊലപാതകം നടത്തി അവരുടെ ശരീരത്തിലെ ആഭരണങ്ങൾ കവർച്ച ചെയ്യുകയായിരുന്നു പ്രതി സെബാസ്റ്റ്യൻ ലക്ഷ്യമെന്നാണ്. കാരണം ജയനമ്മയുടെ ശരീരത്തിൽ 8 പവനോളം വരുന്ന ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് പണയം വെച്ച കട കണ്ടെത്തുന്നു, ബാങ്ക് സ്ഥാപനം കണ്ടെത്തുന്നു. ആ സ്ഥാപനത്തിലെത്തി ഈ ആഭരണങ്ങളെല്ലാം പോലീസ് നിലവിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആഭരണങ്ങൾ ജയനമ്മയുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം, ഇങ്ങനെ പ്രണയത്തിലൂടെ ഈ മധ്യവയസ്കരായ സ്ത്രീകളെ വശീകരിച്ചുകൊണ്ട് അവരെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ കവരുകയായിരുന്നു സെബാസ്റ്റ്യൻ ലക്ഷ്യം എന്ന ചോദ്യമാണ് ഇപ്പോൾ പരമപ്രധാനമായി ഉയരുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അതിനിഗൂഢതകളും ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്ന 2.5 ഏക്കർ പുരയിടവും ഒപ്പം
പോലീസും തന്നെയാണ്. കാത്തിരിക്കാം. ഷൈജു ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി ഷൈജു. ഇന്നിപ്പോൾ നടത്തിയ പരിശോധനയിൽ കാര്യമായ എന്തെല്ലാം തെളിവുകൾ, ലീഡുകൾ കിട്ടിയിട്ടുണ്ട്? അത് വെച്ച് ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഷൈജു? കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള ജൈനമ്മ തിരോധാന കേസ് അന്വേഷിച്ചപ്പോഴാണ് അത് ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. ആ വഴിത്തിരിവ് എന്ന് പറയുന്നത് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടുപറമ്പിൽ എത്തുന്നു. അവിടെ വിശദമായ പരിശോധന നടത്തുന്നു. ഒരു കുഴിയെടുത്ത് അന്വേഷണം വിപുലപ്പെടുത്തുന്നതോടുകൂടി മനസ്സിലാവുന്നത് അവിടെ നിന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തി എന്നതാണ്. ആ കണ്ടെത്തിയ അവശിഷ്ടം ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ DNA പരിശോധന അടക്കമുള്ളത് മുന്നോട്ട് പുരോഗമിക്കുമ്പോഴാണ് പോലീസിന് മുന്നിലേക്ക് വീണ്ടും ചില തിരോധാന കേസുകൾ വരുന്നത്. ബിന്ദു തിരോധാന കേസ്, ഐഷ തിരോധാന കേസ്, അതോടൊപ്പം തന്നെ മറ്റൊരു സിന്ധു തിരോധാന കേസ്. അങ്ങനെ ഈ ജൈനമ്മ കൂടാതെ മറ്റു 3 പേരുടെ പ്രശ്നങ്ങൾ കൂടി മുന്നിലേക്ക് വരുന്നു. അങ്ങനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നു. ഈ ജൈനമ്മ കൊലപാതകവും തിരോധാനവുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണം എത്തി നിൽക്കുന്നത് വിശദമായ അന്വേഷണത്തിലേക്കായി മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അരിച്ചുപെറുക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് അന്വേഷണ സംഘം കടന്നത്. ചേർത്തല പള്ളിപ്പുറത്ത് ഉള്ള സെബാസ്റ്റ്യൻ്റെ ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന വീട്ടുപറമ്പ് അരിച്ചുപെറുക്കുക എന്ന വലിയ ശ്രമകരമായ സങ്കീർണമായ ദൗത്യത്തിലേക്ക് പോലീസ് കടക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ്. നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരിൽ നിന്നും തഹസീൽദാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും അനുമതി തേടി അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. എന്നിട്ടൊരു കൃത്യമായ പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതി ഇങ്ങനെയാണ്: മണ്ണുമാന്തി യന്ത്രത്തെ കൊണ്ടുവരുന്നു. ആ മണ്ണുമാന്തി യന്ത്രം കയറണമെങ്കിൽ ആ കാട് വെട്ടിത്തെളിക്കണം. അതിന് കാട് വെട്ടിത്തെളിക്കാൻ പറ്റുന്ന ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്ന ആ തൊഴിലാളികളെയും യന്ത്രങ്ങളും എത്തിക്കുന്നു. കുളങ്ങളുണ്ട്, ആ കുളങ്ങൾ വറ്റിക്കണം, വറ്റിച്ച് അത് പരിശോധിക്കണം. അതിന് ഫയർഫോഴ്സിൻ്റെ സഹായം തേടുന്നു. അവരുടെ വിശാലമായ മോട്ടർ അവിടേക്ക് എത്തിക്കുന്നു. ഇത് എത്തിച്ച് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതിനു ശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സെബാസ്റ്റ്യനെയും കൊണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ പറമ്പിലേക്ക് എത്തുന്നത്. വന്ന ഉടൻ തന്നെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത തിരിച്ചറിഞ്ഞ സ്ഥലത്തേക്ക് പരിശോധന ആരംഭിക്കുന്നു. സെബാസ്റ്റ്യനോട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കുഴിയെടുക്കുന്നു. കുഴിയെടുത്ത് ആദ്യത്തെ കുഴിയെടുക്കുന്നത് തന്നെ നേരത്തെ അസ്ഥി കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്താണ് കുഴിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അസ്ഥിക്ക് സമാനമായ ഒരു വസ്തു ലഭിക്കുന്നു. അതോടുകൂടി തെളിവുകളിലേക്ക് കടക്കുന്നു എന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അങ്ങനെ കുഴിയെടുപ്പ് വ്യാപകമാക്കുന്നു. 10ഓളം സ്ഥലങ്ങളിൽ അങ്ങനെ കുഴിയെടുത്ത് വിവിധ സാമഗ്രികൾ ലഭിച്ച അസ്ഥിക സമാനമായ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് സമാനമായ വിവിധ കാര്യങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത്. ആ ശേഖരിച്ച വസ്തുക്കൾ ഫോറൻസിക് ലാബ് അടക്കമുള്ള ലാബുകളിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ പരിസരത്തുള്ള കുളങ്ങൾ വറ്റിക്കുകയാണ്. കുളങ്ങൾ വറ്റിച്ചതിന് ശേഷം അതിൽ ഉള്ള പരിശോധന നടത്തുന്നു. അതിന് വീടിന് ഉള്ള ടൈലിട്ട ഭാഗം അത് പൊളിച്ച് പരിശോധിക്കുന്നു. ഇങ്ങനെ ഈ പരിശോധനകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ ശേഖരിച്ച് വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നു. ഇനിയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുക. കാരണം ഈ അന്വേഷണ ഫലം ഈ കേസിനെ സ്വാധീനിക്കും എന്നത് ഉറപ്പാണ്. കാരണം ഇതിൽ സെബാസ്റ്റ്യൻ അന്വേഷണവുമായി കാര്യമായി സഹകരിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുന്നു, അന്വേഷണവുമായി നിസ്സഹരിക്കുന്നു. അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അതുകൊണ്ട് തന്നെ പ്രായമുള്ള 65 വയസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശോധനാ ഫലങ്ങളാണ് നിർണായകം. ഈ തിരോധാന കേസിൽ ജൈനമ്മയുടെ ശരീരാവശിഷ്ടങ്ങളാണോ കണ്ടെത്തിയത്, അതല്ല ഈ പരാതി ലഭിച്ച മറ്റാരുടെയെങ്കിലുമാണോ, അതല്ല ഇതൊന്നും അല്ലാത്ത മറ്റാരുടെയെങ്കിലുമാണോ എന്നെ സംബന്ധിച്ചൊരു തെളിവിലേക്ക് എത്തുക എന്നതൊരു നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കുക, ആദ്യം എടുത്ത സാമ്പിളുകളുടെ പരിശോധന ഫലം ബുധനാഴ്ച ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട് എന്നതാണ്. അതോടൊപ്പം അന്വേഷണ സംഘത്തിന് ഇനി വിശദമായ ചോദ്യം ചെയ്യണം. അടുത്ത ദിവസം 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ആ കസ്റ്റഡി കാലാവധിക്ക് ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കണം. ഇനിയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നത് പരിശോധിച്ച് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങണം. ഒരുപക്ഷെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ഏതായാലും അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഈ പരിശോധനയും തെളിവെടുപ്പുമാണ്. അത് പൂർത്തിയായിരിക്കുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ വെച്ചുകൊണ്ടുള്ള പരിശോധനകളും അതിൻ്റെ ഫലങ്ങളുമാണ് മുന്നോട്ടുള്ള കേസിൻ്റെ നിർണായകമായ കാര്യം. അതുകൊണ്ട് ആ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ സെബാസ്റ്റ്യൻ ഈ കൃത്യത്തിൽ എത്രമാത്രം പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇതിൽ പ്രതിയാണോ, ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ക്രൂരമായ കൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ
സ്ഥിരീകരിക്കാൻ കഴിയുക ഈ പരിശോധനാ ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് പരിശോധനാ ഫലം ആണ് ഈ കേസിലെ ഏറ്റവും നിർണായകം. കാരണം കാലപ്പഴക്കം ചെന്ന പല കേസുകളാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന തെളിവുകളിലും ആ കാലപ്പഴക്കം നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു തെളിവ് ലഭിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഷൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ബാക്കിയാകുന്നത്. ഇപ്പോൾ കണ്ടെടുത്ത അസ്ഥികഷ്ണങ്ങൾ ജൈനമ്മയുടേതാണോ? ഇനി ജൈനമ്മയുടേതല്ലെങ്കിൽ മറ്റാരുടേതാണ്? ഈ സ്ത്രീകളെയൊക്കെ ഇനി സെബാസ്റ്റ്യൻ കൊന്നതാണെങ്കിൽ തന്നെ എന്തായിരിക്കും അതിൻ്റെ മോട്ടീവ്? എല്ലാറ്റിനും ഉത്തരം നൽകേണ്ടത് 2 ദിവസത്തിനകം വരാനിരിക്കുന്ന DNA പരിശോധനാ ഫലങ്ങളും ഒപ്പം ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്താൽ ലഭിക്കുന്ന മൊഴികളുമാണ്. കാത്തിരുന്ന് കാണാം.